വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മധുശ്രീ ആണെങ്കിൽ കാർത്തികയോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എവിടെയാണ് ആ വിഷം വച്ചിരിക്കുന്നത്, ടാബ്ലറ്റ് വച്ചിരിക്കുന്നത് എന്നുള്ളത്. അന്നേരം ചെറിക്കുള്ളിലെന്ന് പറയുമ്പോൾ ഇനി ആ പീസ് ശാലിനിക്ക് തന്നെ കൊടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ ഞാനോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടേക്ക് എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട്. അന്നേരം നീ എത്രയൊക്കെ ചെയ്തു എന്ന്, ലക്ഷങ്ങൾ വിലയുള്ള ടാബ്ലറ്റ് കൊണ്ടുവന്നത് ഞാനാണ്, പക്ഷേ അത് കേക്കിനുള്ളിൽ വയ്ക്കാനുള്ള ദൗത്യം നിന്നെ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ ഇപ്പോൾ ഈ വീട്ടിൽ ഒരു അംഗമല്ലേ, ഏത് റൂമിലും എവിടെയുമൊക്കെ നിനക്ക് കയറി ഇറങ്ങാം, യാതൊരു സംശയവും തോന്നില്ല. പിന്നെ ഞാൻ നിനക്ക് ചെയ്യുന്ന ഉപകാരത്തെക്കുറിച്ച് നീ അങ്ങ് മറന്നു പോയോ എന്ന് ചോദിക്കുകയാണ്. ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ ജയശങ്കറും പോലീസുകാരും ഒക്കെ നിന്നെ എവിടെ നിന്ന് കൊണ്ടുപോയേനെ, അവരെ ചാരുമൂട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എൻ്റെ ബുദ്ധിയല്ലേ, അതൊന്നും മറക്കരുത് നീ എന്നിങ്ങനെ പറയുമ്പോൾ ചെയ്തു തന്നതിനോട് എനിക്ക് നന്ദിയുണ്ട്, ഞാനത് ചെയ്യാമെന്നിങ്ങനെ അവസാനം കാർത്തിക സമ്മതിക്കുകയാണ്. തുടർന്ന് മധുശ്രീ ആണെങ്കിൽ മനസ്സിൽ കരുതുന്നുണ്ട്, നീ ചെയ്തിരിക്കും കാർത്തികെ, പിന്നെ ശാലിനി ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനൊന്നും, എനിക്ക് ജയിലിൽ പോയി കിടക്കാനൊന്നും എനിക്ക് വയ്യ. വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന നിലയ്ക്ക് ശാലിനി ചാവേണ്ടത് നിൻ്റെ ആവശ്യമാണ്. പിന്നെ ആൾമാറാട്ടത്തിന് നീ എന്തിനിവിടെ വന്നു എന്നുള്ളതൊക്കെ മറുപടി പറയേണ്ടി വരും. മൊത്തത്തിൽ ചിത്രത്തിൽ നിന്നും ഞാനങ്ങ് ഔട്ടാവുകയും ചെയ്തു, നീ ഇന്നാവുകയും ചെയ്യും. അപ്പോൾ നിൻ്റെ ആവശ്യമാണ് ശാലിനിയെ കൊല്ലേണ്ടത്, അതുകൊണ്ട് നിന്നെ കൊടുക്കാനുള്ള വഴി തന്നെയാണിത്. സോറി കാർത്തിക് എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ കാർത്തികയുടെ മണ്ടയ്ക്ക് വെക്കാനുള്ള പ്ലാൻ തന്നെയാണ് അവിടെ. ഞാനാണിത് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോണില്ല എന്നൊക്കെ മധുശ്രീയിൽ അങ്ങ് ആലോചിച്ച് കൂട്ടി അങ്ങ് മനക്കോട്ട കെട്ടുകയാണ്. തുടർന്ന് കേക്ക് മുറിക്കാൻ ഈ സമയം താമസിക്കണ്ടെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി മുറിക്ക് എന്നിങ്ങനെ ശ്യാമ എല്ലാവരും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം പപ്പിയാണെങ്കിൽ പോയി അച്ഛനും കൂടെ നിന്ന് മുറിക്കാമെന്നും പറഞ്ഞ് രാഘവൻ നായർ എങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ്. സത്യയും വിളിക്കുന്നുണ്ട്, പപ്പിയുടെ മുത്തച്ഛൻ അച്ഛൻ വന്നാട്ടെ എന്ന് വിളിക്കുകയാണ്. അന്നേരം അച്ഛന് നടക്കാനൊന്നും വയ്യ എന്ന് പറയുകയാണ്. അന്നേരം നടന്നാൽ എന്താ, പപ്പിയുടെ മുത്തച്ഛന് നടന്നാൽ എന്താ കുഴപ്പം, ഞങ്ങൾ രണ്ട് സ്ട്രോങ് ഗേൾസ് അല്ലേ നിൽക്കുന്നത്, അങ്ങോട്ട് എണീച്ച് വാ എന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. അതൊന്ന് ഞാൻ എണീക്കാമെന്ന് പറയുമ്പോൾ പിള്ള പിടിക്കാൻ സഹായിക്കാൻ പോകുമ്പോൾ വേണ്ട, രണ്ട് വശത്തും നല്ല സ്ട്രോങ് ഗേൾസ് അല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി മുറിച്ചോ, വാ അച്ചച്ച എന്നിങ്ങനെ സത്യ വിളിക്കുന്നുണ്ട്. വാ അച്ചച്ച എന്ന് വിളിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും, എൻ്റെ അച്ചച്ചൻ എങ്ങനെ സത്യയുടെ അച്ചച്ചനാവും എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പപ്പിയുടെ അമ്മ എൻ്റെ അമ്മയാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പപ്പിയുടെ അച്ചച്ചൻ എൻ്റെ അച്ചച്ചനല്ലേ എന്ന്. അന്നേരം ഓ അങ്ങനെ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം വരികയാണ്, ശ്യാമയ്ക്ക് സങ്കടം വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, മോളുടെ സ്വന്തം അച്ചച്ചൻ തന്നെയാണ്, ഒരേ അമ്മയുടെ മക്കൾ തന്നെയാണ്, അതിൽ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ മുറിച്ചു, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. രാഘവൻ നായർ സൈഡിൽ നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമേ എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങോട്ട് നിൽക്കാൻ പറയുകയാണ് സത്യഭാമയോട്. തുടർന്ന് ഭാമ മുന്നോട്ട് വരുന്നുണ്ട്. അന്നേരം ശ്യാമയെ വിളിക്കുകയാണ്, സത്യഭാമ വിളിക്കുന്നുണ്ട്, രോഹിത്തിനെയും വിളിക്കുന്നുണ്ട്. വിഷ്ണു ഇരുന്നിടത്ത് എഴുന്നേറ്റങ്ങ് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് മോളെ ശാലിനി ഇങ്ങോട്ട് വന്ന് നിൽക്കുക എന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ ഭാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശാലിനി വേണ്ട ഇവിടെ നിന്നോളാം എന്നിങ്ങനെ തലയാട്ടുകയാണ്. അന്നേരം സത്യഭാമ ശാലിനിയെ അടുത്തേക്ക് നിർത്താൻ സമ്മതിക്കുന്നില്ല. രാഘവേട്ട മുറിക്കാം എന്നിങ്ങനെ പറയുകയാണ്. ശ്യാമ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശ്യാമ കത്തിയെടുത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കയ്യിൽ കൊടുത്തിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് മുറിക്ക് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ആഘോഷങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അവിടെ രണ്ടുപേരും കൂടി ചേർന്ന് ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. അന്നേരമാണെങ്കിൽ മധുശ്രീയുടെയും കാർത്തികയുടെയും നോട്ടം മുഴുവൻ ആ കേക്കിലെ ചെറിക്കുള്ളിൽ തന്നെയാണ്. അത് കട്ട് ചെയ്യുമ്പോൾ ആർക്ക് പോവും എന്നുള്ളൊരു ടെൻഷനിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് രണ്ട് പീസ് ശ്യാമയാണെങ്കിൽ രണ്ടുപേരുടെയും കൈകളിലേക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മയ്ക്ക് കൊടു എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ രാഘവൻ നായർ വേണ്ടാന്ന് പറയുകയാണ്. ആദ്യം ജന്മം കൊടുത്ത അമ്മയ്ക്ക് വേണം കൊടുക്കാനായിട്ട്, അമ്മ എന്ന പുണ്യമില്ലെങ്കിൽ ആർക്കും ഈ ലോകം ഭൂമിയെ കാണാനായിട്ട് സാധിക്കില്ല, അത്രത്തോളം പ്രാധാന്യം വേറെ ആർക്കുമില്ല അതാണ് ശരി എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയങ്ങ് വല്ലാതാകുന്നുണ്ട്. പക്ഷെ അത് ശരിയാണ് രാഘവൻ നായർ പറയുന്നത്. തുടർന്ന് പപ്പിയാണെങ്കിൽ ഇങ്ങനെ ശ്യാമയുടെ അടുത്തേക്ക് അമ്മേ ദാ എന്നും പറഞ്ഞിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ശ്യാമ നോക്കുന്നുണ്ട്. അന്നേരം വാങ്ങിക്കുന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശ്യാമ അത് വാങ്ങിക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് അത് വെച്ച് കൊടുക്കുകയാണ്. ശ്യാമ തിരിച്ചും കുട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. തുടർന്ന് അച്ഛന് എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ് ശാലിനി. പക്ഷേ വിഷ്ണു ഒന്നും അറിയാതെ ഹാപ്പി ബർത്ത്ഡേ ടു എന്നൊക്കെ പറഞ്ഞ് ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ശാലിനിക്ക് സങ്കടമാവുകയാണ്. തുടർന്ന് രോഹിത്തും കേക്ക് പപ്പിക്ക് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട്
ക്രീമാണെങ്കിൽ പപ്പിയുടെ മുഖത്തൊക്കെ തേക്കുമ്പോൾ അച്ഛ എന്നിങ്ങനെ വിളിക്കുകയാണ് ഈ കുട്ടി. അന്നേരം ശാലിനിയുടെ മനസ്സങ്ങ് വിടയുന്നുണ്ട്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുകയാണ്. പക്ഷേ വിഷ്ണു അത് ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു ഈ കുഞ്ഞിന് രോഹിത്തിന് കൊടുക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതൊക്കെ നോക്കി അങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണ്. അന്നേരം ഈ സത്യയാണെങ്കിൽ കേക്കും കൊണ്ട് നിൽക്കുകയാണല്ലോ. അന്നേരം ശ്യാമയാണെങ്കിൽ മോളേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് കൊടുക്കാൻ കൊണ്ട് കാണിക്കുകയാണ്. അന്നേരം സത്യയാണെങ്കിൽ കേക്കുമായിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ മുട്ടുകുത്തിയ കുഞ്ഞിൻ്റെ ലെവലിൽ അങ്ങനെ ഇരുന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി മോള് കഴിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു ഇതങ്ങ് ശ്രദ്ധിക്കുകയാണ്. വിഷ്ണുവിന് എന്തൊക്കെയോ മനസ്സിലേക്കും തോന്നുന്നുണ്ട്. വിഷ്ണു പെട്ടെന്ന് മുഖമൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷെ തൻ്റെ കുഞ്ഞാണ് എന്നവിടെ വിഷ്ണുവിന് അറിയില്ലല്ലോ. അതിനുശേഷം ഈ കുഞ്ഞാണെങ്കിൽ ശാലിനിക്ക് കൊടുത്ത ശേഷം ഈ കേക്കുമായിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. എല്ലാവരെയും നോക്കുന്നുണ്ട് ആർക്ക് കൊടുക്കുമെന്നുള്ളത്. അതിനുശേഷം സത്യമാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അന്നേരം ദാ ബിഗ് ഫ്രണ്ട് ദാ എന്നും പറഞ്ഞിട്ട് ഈ കേക്ക് ഇങ്ങനെ നീട്ടുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ എന്തോ പോലെ അങ്ങ് തോന്നുകയാണ്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ശാലിനിക്കും ശ്യാമയ്ക്കും ആകെ സന്തോഷമാവുകയാണ്. കറക്റ്റ് സത്യമാണ് അവിടെ ചെയ്യുന്നത്. അമ്മയ്ക്ക് കൊടുത്ത ശേഷം അച്ഛനും കൊടുക്കുന്നുണ്ട്. വിഷ്ണു ഒരു നിമിഷം എന്തോ അങ്ങ് ഒരു ഷോക്കിൽ എന്ന പോലെ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞിങ്ങനെ ചിരിച്ച് നിൽക്കുകയാണല്ലോ. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ അതേപോലെ വിഷ്ണു ഇങ്ങനെ മുട്ടുകുത്തി എന്നിട്ട് കേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് കഷ്ണം എടുത്ത് ഈ സത്യയുടെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ 100 ആശംസകൾ മോളെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കവിളിലേക്ക് ഒരു ഉമ്മയെ കൊടുക്കുകയാണ്. കുഞ്ഞിന് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ശാലിനിയാണ് ശ്രദ്ധിക്കുന്നത്. ശാലിനിയുടെ 2 കണ്ണ് ഇങ്ങനെ നിറഞ്ഞങ്ങ് ഒഴുകുകയാണ്. അത് കാണുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ വിഷ്ണുവിൻ്റെ മനസ്സിലുള്ളിൽ എന്തോ തോന്നുന്നുണ്ട്. തൻ്റെ കുട്ടിയാണ് എന്നുള്ളത് വിഷ്ണുവിന് തോന്നുന്നത് പോലെയാണ് കാണുന്നത്. രാഘവൻ നായരും പിന്നെ ശ്യാമയും എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുകയാണ്. പക്ഷേ സത്യഭാമയാണെങ്കിൽ ആകെ ദേഷ്യത്തിരിക്കുകയാണ്. കാർത്തികയും മധുശ്രീയും ഒക്കെ ആ ഒരു ദേഷ്യഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. തുടർന്ന് സത്യമ്മക്ക് ബാക്കി കട്ട് ചെയ്യാന്നിങ്ങനെ പപ്പി വിളിക്കുമ്പോൾ ഒന്ന് സഹായിക്കടിയെന്ന് ഇങ്ങനെ ശ്യാമയോട് രാഘവൻ നായരും പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ആ കേക്കാണെങ്കിൽ കുറേ പീസായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ശ്യാമ ഒരു പീസ് കേക്ക് എടുത്ത് പപ്പിയുടെയും പിന്നെ സത്യയുടെയും കയ്യിലേക്ക് വീണ്ടും കൊടുക്കുകയാണ്. പപ്പിയാണെങ്കിൽ അത് സത്യഭാമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. സത്യഭാമ വീണ്ടും കുഞ്ഞിന് തിരിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സത്യയാണെങ്കിൽ ആ പീസ് കേക്ക് രാഘവൻ നായർക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. രാഘവൻ നായരും തിരിച്ച് കുഞ്ഞിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതങ്ങോട്ട് സത്യഭാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അന്നേരവും മധുശ്രീയും കാർത്തികയും ഇങ്ങനെ ആ ചെറിയുള്ള പീസ് കേക്കിലേക്ക് തന്നെയാണ് അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് പൊന്നി ഇതെല്ലാം എടുത്ത് എല്ലാവർക്കും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. തുടർന്ന് പൊന്നി അതിലേക്ക് ആ ട്രേയിലേക്ക് ഈ ഓരോ പീസ് കേക്കും ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. തുടർന്ന് കാർത്തികയാണെങ്കിലും മധുശ്രീ അങ്ങോട്ട് വിളിച്ചിട്ട് നീ എന്തോ ആടി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, മറ്റാരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് അതെടുത്ത് ശാലിനിക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ കാർത്തികയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ശാലിനി ആണെങ്കിൽ എല്ലാം ഒക്കെ നോക്കിയിട്ട് ആകെ ഒരു സങ്കടം പോലെ ശാലിനി ആണെങ്കിൽ ആ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശ്യാമ അത് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ശ്യാമയും പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് ശ്യാമയാണെങ്കിൽ തൻ്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് അത് ശാലിനിക്ക് നീട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് പപ്പി അവളുടെ പ്രസവിച്ച അമ്മയ്ക്ക് കൊടുത്തതാണ്, കുഞ്ഞെ ചെയ്തെങ്കിൽ ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടുകയാണ്. തുടർന്ന് ആ സീൻ കാണിക്കുന്നുണ്ട്. പപ്പിയാണെങ്കിൽ ശ്യാമയ്ക്ക് കേക്ക് ആദ്യം അമ്മയ്ക്ക് രാഘവൻ നായർ കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ശ്യാമ അതിൽ നിന്നൊരു ശകലം എടുത്ത് തൻ്റെ ഇടത് കൈകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് പിന്നീടാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ ശാലിനിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇങ്ങനെ നീട്ടുമ്പോൾ ശാലിനി ആ കൈ തിരിച്ച് ശ്യാമയുടെ വായിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ മധുരം എന്നും നിൻ്റേത് മാത്രമായിരിക്കും, അവകാശം നിൻ്റേതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്കങ്ങ് അരച്ചിലൊക്കെ വരുന്നുണ്ട്. ശാലിനി ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ് ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് എത്ര ജന്മം കൊണ്ടാണ് ഞാൻ നന്ദി പറയേണ്ടത്, പിന്നെ സ്വന്തം ജീവിതം കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞിട്ടും കുഞ്ഞേച്ചി ഒന്നും തുറന്നു പറഞ്ഞില്ലല്ലോ, ഞാൻ ആ കാലുകളിലൊന്നോ വീണോട്ടെ എന്നും പറഞ്ഞിങ്ങനെ കുനിയുമ്പോൾ എന്താ നീ കാണിക്കുന്നത്, ബർത്ത്ഡേ കുട്ടിയുടെ അമ്മയാണ് നീ, സന്തോഷമുള്ള ദിവസം, നീ ഇത് കരയാനായിട്ട് പാടില്ല, സന്തോഷിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇത് ശ്രദ്ധിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നു. അന്നേരം ശ്യാമേ എന്നിങ്ങനെ വിളിക്കുകയാണ്. പെട്ടെന്ന് ശ്യാമ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സത്യഭാമയാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശ്യാമ പെട്ടെന്ന് ഈ കണ്ണീരൊക്കെ ഇങ്ങോട്ട് തുടയ്ക്കുകയാണ്. അന്നേരം നീ എന്താ കരഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ടാണ്, മോളുടെ പിറന്നാൾ ഇത്രയും ഗംഭീരമായില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ പറയുകയാണ് അത് പിന്നെ ആകില്ലേ, ശാരദാമ്മയുടെ മകൾ മാത്രമായിരുന്നു എങ്കിൽ നിന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു, പക്ഷെ നീ സത്യഭാമയുടെ മരുമകളല്ലേ, അപ്പോൾ പിന്നെ ഏത് കളക്ടറെക്കാളും ഭേഷ്കാരെക്കാളും ഒരുപടി മുന്നിലേ നിൽക്കുകയുള്ളൂ, നിനക്ക് ആ വില സത്യഭാമയുടെ മരുമകൾ എന്നുള്ളത് നിനക്കുള്ള വില എന്തായാലും കിട്ടും, ഇനി
ഇനി ദേ അവൾക്കും കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ അകത്തേക്ക് നോക്കി കാർത്തികയും കാണിക്കുകയാണ്. അതൊക്കെ ശ്യാമയോടാണ് പറയുന്നതെങ്കിലും ശാലിനിയുടെ മുഖത്ത് നോക്കിയ ദേഷ്യഭാവത്തോടു കൂടിയാണ് സത്യഭാമ പറയുന്നത്. പക്ഷേ ശാലിനി ഒന്നും മിണ്ടുന്നില്ല. ശാലിനി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വാ മോളെ എന്ന് വിളിക്കുകയാണ്. തുടർന്ന് ശ്യാമ പോകുന്നില്ല. പക്ഷെ നിർബന്ധമായിട്ട് സത്യഭാമ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശ്യാമയെ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. ഇതേസമയം പൊന്നിയാണെങ്കിൽ ആ കേക്ക് എല്ലാവർക്കുമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഓരോരുത്തർ എടുക്കുന്നുണ്ട്. അതിന് കാർത്തികയും മധുശ്രീയും ശ്രദ്ധിക്കുകയാണ്. ആ ചെറിയുള്ള പീസ് ആരെങ്കിലും എടുത്തോന്ന്. പക്ഷെ അത് ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ചെല്ലി പെട്ടെന്ന് എടുക്കുക എന്നിങ്ങനെ മധുശ്രീ പറയുമ്പോൾ കാർത്തിക പൊന്നിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്കൊരു പീസ് വേണമെന്ന് പറയുമ്പോൾ പൊന്നി ഇഷ്ടമില്ലാതെ എടുത്തോ എന്നും പറഞ്ഞ് ട്രേ കാണിക്കുകയാണ്. അന്നേരം കാർത്തികയാണെങ്കിൽ ആ ചെറിയുള്ള പീസ് തന്നെ ഇങ്ങനെ എടുത്ത് കയ്യിൽ വയ്ക്കുമ്പോൾ പപ്പിയാണെങ്കിൽ പറയുകയാണ് സത്യയോട്, അയ്യോ വിഷ്ണു അച്ഛന് ബർത്ത്ഡേ കേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പൊന്നിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്കൊരു പീസ് വേണമെന്ന് പറയുകയാണ്. അന്നേരം എടുത്തോ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതല്ല വേണ്ടത്, അതാണ് വേണ്ടത് എന്നിങ്ങനെ കാർത്തികയുടെ കയ്യിലിരിക്കുന്ന പീസ് ചൂണ്ടിക്കാണിച്ചിട്ട് പപ്പി പറയുകയാണ്. അന്നേരം മധുശ്രീയും പിന്നെ കാർത്തികയും കൂടി ഒന്നിങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവോ കമലിനോ രാഘവൻ നായരോ ഭാമയോ ഇതൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരൊക്കെ ഓരോരുത്തരോട് സംസാരിക്കുന്നു, ഓരോരുത്തർ ചിരിക്കുന്നു. ആ ഒരു ആഘോഷത്തിൽ നിൽക്കുകയാണ്. ശാലിനിയാണെങ്കിൽ ആ സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണ്. ശ്യാമയും ഭാമയും ഒക്കെ ഇവിടെയുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പപ്പിയാണെങ്കിൽ ഈ കേക്ക് വാങ്ങിക്കും, കാർത്തികയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും. അതിനുശേഷം വിഷ്ണുവിന് കൊണ്ടുപോയി കൊടുക്കും. വിഷ്ണുവിന് നേരെ നീട്ടും. അപ്പോഴത്തേക്ക് വിഷ്ണു അത് ശകലം ഇങ്ങനെ എടുക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ജെറി എടുക്കുമോ ഇല്ലയോ എന്നുള്ളതും അതിന് താഴെ വീണ് പോകുമോ, അതിന് വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ശാലിനിയാണെങ്കിൽ ഈ കാർത്തികയെക്കുറിച്ച് കാർത്തികയും ശ്രദ്ധിക്കുന്നുണ്ട്, ഇടയ്ക്ക് മധുശ്രീ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം ഒരു സംശയത്തോടെയാണ് ശാലിനി അവിടെ നിൽക്കുന്നത്. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിലേ അറിയത്തുള്ളൂ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, താങ്ക് യു.